ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടോഡി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് പൊങ്കൽ സ്പെഷ്യാലിറ്റീസ്, പൊങ്കലിൻ്റെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. തമിഴ്നാട്ടുകാർ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് പൊങ്കൽ എന്നത്. ഇതൊരു വിളവെടുപ്പ് ഉത്സവമാണ്. അതായത് ഒന്നിലധികം ദിവസങ്ങളിൽ ആഘോഷിക്കുന്ന ഒരു വിളവെടുപ്പ് ഉത്സവമാണ് ഈ പൊങ്കൽ എന്നത്. അതായത് ഇത് തൈപ്പൊങ്കൽ പ്രധാനപ്പെട്ട ദിവസമെന്ന് പറയുന്നത്, അതായത് നമ്മുടെ തിരുവോണം പോലെ പ്രധാനപ്പെട്ട ദിവസമെന്ന് പറയുന്നത് തൈപ്പൊങ്കലാണ്. നാല് തരത്തിലാണ് ഇവരിത് ആഘോഷിക്കുക. ഭോഗി, തൈപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാണിപ്പൊങ്കൽ എന്നിങ്ങനെയാണ് ഉത്സവം. അതിൽ തൈപ്പൊങ്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമെന്ന് പറയുന്നത്. അതായത് തൈപ്പൊങ്കൽ എന്ന് പറയുവാനായിട്ടുള്ള കാരണം, തൈമാസത്തിലാണ് ഈ പൊങ്കൽ ആഘോഷിക്കുന്നത്. അതായത് തമിഴ് കലണ്ടർ പ്രകാരം 10ാം മാസമാണ് തൈമാസം എന്നത്. 10ാം മാസത്തിലെ 1-ാം തീയതിയാണ് തൈപ്പൊങ്കൽ എന്ന് ആഘോഷിക്കുന്നത്. തൈപ്പൊങ്കൽ എന്ന് പറയുന്നത് 10ാം മാസത്തിലെ 1-ാം തീയതിയാണ്. അതുകൊണ്ട് അവരുടെ 10ാം മാസമാണ് തൈ. അപ്പോൾ അതിലെ 1-ാം തീയതിയാണ് തൈപ്പൊങ്കലായിട്ട് ആഘോഷിക്കുന്നത്. 4 രീതിയിലാണ് ഭോഗി, തൈപ്പൊങ്കൽ, മാട്ടുപ്പൊങ്കൽ, കാണിപ്പൊങ്കൽ എന്നിങ്ങനെ 4 രീതിയിലാണ്. അപ്പോൾ ഇത് ആഘോഷിക്കുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് സൂര്യദേവനും പ്രകൃതി ശക്തികൾക്കും കാർഷിക മൃഗങ്ങൾക്കും കൃഷിയെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവർ ആദ്യമായിട്ട് ഈ ഉത്സവം അല്ലെങ്കിൽ ഇങ്ങനെ ആഘോഷിച്ചു പോകുന്നത്. പിന്നീട് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ജനുവരി മാസം ആഘോഷിക്കുന്നു. ജനുവരി 14 അല്ലെങ്കിൽ 15 ഈ ഒരു ഡേറ്റിലായിരിക്കും ഈ പൊങ്കൽ വരിക എന്നത്. ജനുവരി 14 അല്ലെങ്കിൽ 15. പൊങ്കലിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ AD 9-ാം നൂറ്റാണ്ടിൽ തന്നെ ഇതിനെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ശിവഭക്തി എന്ന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് AD 9-ാം നൂറ്റാണ്ടിൽ. പിന്നെ ചോള രാജാവായ കുലോത്തുംഗ ഒന്നാമൻ്റെ കാലഘട്ടം, അതായത് AD 1070 1122 ആ കാലഘട്ടത്തിൽ പൊങ്കലിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു ഗ്രന്ഥത്തിലും പൊങ്കലിനെക്കുറിച്ച് പറയുന്നുണ്ട്, അതായത് ഈ കുലോത്തുംഗ ഒന്നാമൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ വർഷങ്ങളായിട്ട്, അതായത് AD ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഇവരിത് ആഘോഷിച്ചു പോകുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നതൊക്കെയും. പൊങ്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം തിളയ്ക്കുക എന്നാണ്. ഓവർഫ്ലോ, തിളയ്ക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അതായത് പൊങ്കൽ വിഭവം തയ്യാറാക്കുന്നു, അതോടൊപ്പം കരിമ്പ് കഴിക്കുക, പൊങ്കൽ കഴിക്കുക തുടങ്ങിയതാണ് അവരുടെ ആഘോഷം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വിഭവങ്ങളെന്ന് പറയുന്നത് പൊങ്കലിന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.